നമ്മളിപ്പോൾ ഉള്ളത് കുൽദാര ആർക്കിയോളജിക്കൽ സൈറ്റാണിത്. ഇതിൻ്റെ ഇവിടെ പാസഞ്ചർ, അതായത് ആൾക്കാർക്ക് 30 രൂപയും വണ്ടിക്കാണെങ്കിൽ 50 രൂപയുടെ എൻട്രി ഫീ. ബാക്കി വിശേഷം എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയാലും അറിയാം. കിണറും എല്ലാം ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ജുറാസിക് കാക്ടസ് പാർക്ക്. ഈ കാണുന്നതാണ് കുൽദാര ഹെറിറ്റേജ് വില്ലേജിന്റെ സ്റ്റാർട്ടിങ്. കാണാൻ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടാണ് ഈ വില്ലേജും ഇതൊക്കെ കാണുന്നത്. നമ്മൾ ചെറിയ വരുന്ന റോഡ് സൈഡ് രണ്ടിലും ഉണ്ടായിരുന്നു, രണ്ട് സൈഡിൽ ഇതുപോലെ കാണാൻ. കാര്യമായിട്ട് വരുന്ന സൈഡിലെന്ന് വെച്ചാൽ വെറും കല്ല് അട്ടിയാണ്, അതായത് പഴയ വീടിൻ്റെ ചുമരുകളാണെന്ന് തോന്നുന്നു. കുറച്ച് ബിൽഡിംഗ് ആയിട്ട് കാണുന്നത് മുന്നോട്ടാണ്. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കുറേ ഞാൻ നേരത്തെ പറഞ്ഞ പുറകിലോട്ട് പൊട്ടിപ്പൊളിഞ്ഞതായിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ വിശേഷിപ്പിക്കുന്നത് പ്രേതനഗർ എന്നാണ് ഇതിനെ ഇപ്പം പറയുന്നത്. ഇതുള്ളത് ജയ്സൽമീറിലെ താർ മരുഭൂമിയിലെ അടുത്ത് ആണ്. കുൽദാര ഗോസ്റ്റ് വില്ലേജ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഇനി നമുക്കെന്നാൽ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. അതായത് 1291, അത്രയും പുറകിലോട്ടുള്ള കഥയാണ് ഇതിൻ്റെ. അന്നേരം ഈ ഗ്രാമം നിർമ്മിച്ചതും താമസിച്ചതും പളിവാൾ ബ്രാഹ്മണന്മാരാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഈ മരുഭൂമിയിൽ തന്നെ കൃഷി അതായത് എല്ലാ വിഭവങ്ങളും കൃഷി ചെയ്തിട്ട് പേര് കേട്ട ഒരു ഇതായിരുന്നു. അങ്ങനെ അത്രയും സമ്പുഷ്ടമായൊരു ഇതായിട്ടാണ് കുൽദാരയെ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് 1825 ഈ വില്ലേജും ഇതുപോലെ ഇതിൻ്റെ കൂടെ അടുത്തുള്ള ഒരു 83 വില്ലേജും കൂടി എല്ലാവരും ഒരു രാത്രി ഇത് ഒഴിച്ച് പോയി, അതായത് പലായനം ചെയ്തു എന്നാണ് പറയുന്നത്. അതിന് കുറേ കാരണം പറയുന്നുണ്ട്. അതിലൊരു കാരണം പറയുന്നത് വെച്ചാൽ പിന്നെ ഭൂകമ്പമാണ്, ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു പറയുന്നു. പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ ക്ഷാമം അതും പറയുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ കൃഷീൻ്റെത് എങ്ങനെയാണെന്നുള്ളത് ഡൗട്ടാണ്, എങ്ങനെയാണെന്നുള്ളത് ഒരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാരണമാണ് ഇതിന് ഏറ്റവും ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ഇത്. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ സലീം സിംഗ് എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ജയ്സൽമീറിലുള്ള ഒരു ഭരണാധികാരി ഇവരുടെ അതായത് ഏതൊരു മോളെ കല്യാണം കഴിച്ചു തീർക്കാൻ ചോദിക്കുക അങ്ങനെ എന്തോ ചെയ്തു. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരുമായിട്ട് ചെറുത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് പിന്നെ രാത്രി തന്നെ എല്ലാവരും പാലായനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവരങ്ങനെ പാലായനം ചെയ്യപ്പെടുന്ന സമയത്ത് അവർ ശപിച്ചിട്ടാണ് പോയത്. അതായത് ഇനി ഈ ഒരു ഗ്രാമത്തിൽ ആരായാലും താമസിക്കപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു ശാപം അവരങ്ങനെ ശപിച്ചു പോയതുകൊണ്ട് അതിനുശേഷം ഇതിങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെ പ്രേത നഗരമായിട്ട് അറിയപ്പെടുന്നു എന്നാണ് ഇത് എൻ്റെ കഥ ചുരുക്കം ചരിത്രം. ഈ പറഞ്ഞ 3 ഏതാണ് സത്യാവസ്ഥ എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെ നടന്നു പോകാൻ തന്നെ ഒരുപാടുണ്ട്. നമ്മൾ ഏകദേശം മറ്റേ ദുളവീരൊക്കെ കണ്ട ആ ഒരു ടൈപ്പ് ഇതുപോലെ ഇങ്ങനെ ഒരുത്ത് നടന്നു പോകാനും കുറേ. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ കാണുന്നത് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കല്ലട്ടികളാണ്. അത് ചിലപ്പോൾ ഓരോ വീടിൻ്റെയോ അല്ല റൂമിൻ്റെ ചുമരുകളോ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ തന്നെയാണ് കൂടുതലും പറയുന്നത്. നിലവിൽ ഇത് ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ അതിൽ കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് സംരക്ഷിക്കപ്പെടുന്നു. ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ട്. കാരണം ഇവിടെ നമുക്കറിയാൻ പറ്റുമല്ലോ, ഈ ജയ്സൽമീർ സാൻഡ് ഡ്യൂൺസ്, അതുപോലെ ഇവിടെ വാർ മെമ്മോറിയൽ ബോർഡർ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വരുന്നവരെന്തായാലും ഇവിടെയും കൂടി വന്നിട്ടേ പോവുള്ളൂ. അപ്പോൾ വിസിറ്റേഴ്സ് നിറയുള്ള ഒരു തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 3-4 കാരണങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കുൽദാരയെ പറ്റിയിട്ടുണ്ട്. ഈ കാണുന്നത് എന്തോ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു. ആളുകളെല്ലാം പോയിട്ട് തോന്നും, ചെരുപ്പൂരിനകത്ത് കയറുന്നു തോന്നുന്നൊക്കെ ഉണ്ട്. എന്തോ ഒരു ചെറിയ അമ്പലം ആണ്. ഇത് പഴയ കാലത്തെ അമ്പലമാണോ അതോ ഒരു പുതുമ തോന്നുന്നുണ്ട്. ഇപ്പോൾ 1-2 ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പുതുമ എന്ന് പറയാൻ പറ്റില്ല, മെയിൻറ്റൈൻഡ് ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ളതായിരിക്കും. ഇനി ഇതിൻ്റെ ഇടയിൽ ഇത് മാത്രം കൊണ്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇതെല്ലാം അവരെ വീടിന്റെ ഉണ്ടാ പഴയ തൂണ് പോലെ ഇല്ലല്ലോ കണ്ടാ. ആ പഴയ വീടിന്റെ ഇതാണ്ടാ വാതിലിന്റെ ഇത്. എന്തുണ്ട് പഴയ വീട് ഇതുണ്ടല്ലേ നമ്മളെ. അതെ ഇതാ ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ വീടിന്റെ അല്ലേ ഇതും. ഇതൊരു ചെറിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഒരു ഇതിന്റെ ഉള്ളില് വവ്വാലിന്റെ കുഞ്ഞുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഇപ്പൊ വരുന്നില്ല, പേടിയില്ല, അതിന്റെ ഉള്ളിൽ പോയിട്ടില്ല.